പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഇബ്ലീസ യലഉ അർശഹു അലൽ മാ. ഇബ്ലീസ് അവന്റെ അർശിനെ, അവന്റെ സിംഹാസനത്തെ വെള്ളത്തിന്റെ മുകളിൽ വെക്കും. ഇന്ന ഇബ്ലീസ യലഉ അർശഹു അലൽ മാ സുമ്മ യബഅസു സറായ. ഇബ്ലീസിന് ഒരുപാട് ശിങ്കിടികളുണ്ട്, ഇബ്ലീസിന് ഒരുപാട് അണികളുണ്ട്. ഇബ്ലീസ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് തന്റെ അണികളെ രാവിലെ തന്നെ പറഞ്ഞുവിടും, രാവിലെ തന്നെ ഇറക്കി വിടും. രാവിലെ ഓരോ ആളുകൾ ഓരോ ഡ്യൂട്ടിക്ക് പറഞ്ഞേക്കാണ്. സുബഹിക്ക് ഇബ്ലീസ് ഇങ്ങനെ സിംഹാസനത്തിലിരിക്കും. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅലമുഹും ഫിത്ന. അതിലേറ്റവും ഇബ്ലീസിന് ഈ മക്കളിൽ, ഈ ശിങ്കിടികളിൽ ഏറ്റവും അടുത്തവൻ ആരാണെന്ന് ചോദിച്ചാൽ അഅലമുഹും ഫിത്ന, ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിത്നക്കാരൻ ആരാണ്? ഏറ്റവും വലിയ ഫിത്നക്കാരനെയാണ് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇബ്ലീസിന്റെ മക്കളിൽ, ഇബ്ലീസിന്റെ ശിങ്കിടികളിൽ, അനുയായികളിൽ ഏറ്റവും വലിയ ഫിത്നക്കാരനെയാണ് ഇബ്ലീസിന് വലിയ ഇഷ്ടം. അങ്ങനെ ഓരോ ആളുകൾ ഓരോ സ്ഥലത്തേക്ക് പോയി. ഒരാൾ പോയി തിരിച്ചു വരികയാണ്. ഫയഖൂൽ, അപ്പൊ ഇബ്ലീസ് വിളിച്ചിട്ട് ഫയലഉ അർശ്, ഇബ്ലീസിന്റെ സിംഹാസനം അതിൽ വെച്ച് ഇബ്ലീസിന്റെ അനുയായികളെ പറഞ്ഞേക്കും. ഫഅദ്നാഹും മിൻഹു മൻസില, അതിൽ ഇബ്ലീസിനോട് ഏറ്റവും അടുത്ത ആളുകൾ ഏറ്റവും വലിയ ഫിത്നക്കാരനാണ്. എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ ഓരോ ആളുകൾ ഇബ്ലീസിലേക്ക് കടന്നു വരികയാണ്. അവരിൽപ്പെട്ട ഒരാൾ കടന്നു വന്ന് പറയും, ഫഅൽതു കദാ വകദാ, ഇന്നാൽ ഇന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഫഅൽതു കദാ വകദാ, ഇന്നാൽ ഇന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. അഥവാ ചില ആളുകൾ പറയും, ഞാൻ ഇന്ന് സുബഹി നിസ്കരിക്കാതെ ഒരാളുടെ സുബഹി നിസ്കാരം ഞാൻ ഖളാ ആവാൻ വേണ്ടി അവനെ ഞാൻ കിടത്തിയുറക്കിയിട്ടുണ്ട്. സ്വതക്ക കൊടുക്കാൻ വിചാരിച്ച ഒരാളുടെ സ്വതക്കയെ ഞാൻ തടഞ്ഞിട്ടുണ്ട്. കണ്ണുകളെ ഞാൻ ഹറാമിലേക്ക്, അലക്ഷ്യമായി കണ്ണുകളെ ഹറാമിലേക്ക് ഇടാൻ ഞാൻ ചില ആളുകൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് അയാളെ വിളിച്ച് ഇബ്ലീസ് പറയുന്നത്, മാ സനഅത ശൈആ, നീ ചെയ്തതൊന്നും ഉഷാറായിട്ടില്ല. നിസ്കാരം, ഒരാളുടെ നിസ്കാരം ഖളാ ആക്കാൻ കാരണം ഞാനാണ്, പോരാ. ഒരാളുടെ സ്വതക്കയെ ഞാൻ തടഞ്ഞു, പോരാ. മാ സനഅത ശൈആ, ഇതൊന്നും ഒന്നുമല്ല. മാ സനഅത ശൈആ. അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു, ഖുർആൻ ഓതുന്ന ഒരാളെ ഞാൻ തടഞ്ഞു. മാ സനഅത ശൈആ, ഇതൊന്നും ഒന്നുമല്ല. പിന്നെ ഒരാൾ വരും, സുമ്മ യജീഉ അഹദുഹും, പിന്നെ ഒരാൾ കടന്നു വരും. ഫയഖൂൽ, അയാൾ ഇബ്ലീസിനോട് പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി, ഒരാളുടെ, ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയിൽ പിണക്കമുണ്ടാക്കിയിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. ഇബ്ലീസിനോട് പറയുകയാണ് ഇബ്ലീസിന്റെ അനുയായികൾ, ഭാര്യയെയും ഭർത്താവിനെയും പിണക്കിയിട്ടാണ് ഞാൻ വരുന്നത്. രണ്ടുപേരെ തമ്മിൽ തല്ലിച്ചു, രണ്ടുപേരെ ഭിന്നിപ്പിച്ചു. ഭാര്യ അങ്ങോട്ട് നോക്കി കിടന്നുറങ്ങി, ഭർത്താവ് അങ്ങോട്ട് നോക്കി കിടന്നുറങ്ങി. ഭാര്യ അടുത്ത റൂമിൽ പോയി കുറ്റിയിട്ടു, ഭാര്യ ഇപ്പുറത്ത് പോയി കുറ്റിയിട്ടു. ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഭർത്താവ് ഇവിടെ താമസിച്ചു. അല്ലെങ്കിൽ ഭാര്യയെ പേടിച്ച് ഭർത്താവ് വീട്ടിലേ വന്നില്ല. ഇങ്ങനെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ പിണക്കമുണ്ടാക്കി എന്ന് ഇബ്ലീസിനോട് ഒരാൾ കടന്നുവെന്ന് പറയുമ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, ഫയുദ്നീഹി മിൻഹു, അയാൾ അടുത്തേക്ക് വിളിക്കും. നമ്മൾ മക്കളൊക്കെ റാങ്ക് കിട്ടിയാൽ മാറോട് ചേർത്തിട്ട് സാബാഷ്, വെൽഡൻ എന്നൊക്കെ പറയൂലേ, അതേപോലെ ഫയുദ്നീഹി മിൻഹു, അയാൾ അടുത്തേക്ക് അടുപ്പിക്കും. എന്നിട്ട് സാബാഷ്, വെൽഡൻ, കൺഗ്രാജുലേഷൻ, നിഅമ അൻസ്, നീയാണടാ ആൺകുട്ടി എന്ന് പറയുന്ന, നീയാടാ ആൺകുട്ടി. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നീയാണടാ ആൺകുട്ടി. ആരോട്? ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പിശാചിനെ അടുത്തേക്ക് വിളിച്ചിട്ട് നിഅമ അൻസ, നീ ആൺകുട്ടിയാണ് എന്ന് ആര് പറയും? ഇബ്ലീസ് അനുയായികളോട് പറയും. അതല്ലാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയത്, മാ സനഅത ശൈഅൻ, ഇതൊന്നൊന്നുമല്ല. സകാത്ത് കൊടുക്കാതെ മാറ്റി നിർത്തിയവൻ ഒന്നുമല്ല.
അപ്പൊ ഒരു ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട പണി എന്നുള്ളത് ഭാര്യയെയും ഭർത്താവിനെയും പിണക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു ദിവസം തന്നെ 100 തവണ ഭാര്യയും ഭർത്താവും പിണങ്ങുന്നത്. ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട പണി ഇതാണ്. ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട ജോലി ഇതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇബ്ലീസ് കൺഗ്രാജുലേഷൻ കൊടുക്കുന്നത്, അഭിനന്ദനങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നില്ലേ ചില ആളുകൾ നിരന്തരമായി വർഗീയം പറയുന്നത്. അങ്ങനെ വർഗീയം പറയുമ്പോൾ സ്ഥാനക്കയറ്റം കിട്ടും. ആ ഗവർണറായാലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയാലും തോന്നിയാസങ്ങളും ഉളുപ്പില്ലാത്ത മണ്ടത്തരങ്ങളും പറഞ്ഞ് നെഗറ്റീവ് വശത്തിലൂടെ ഫെയിം ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഊളത്തരങ്ങൾ കാണിക്കുന്ന ചില നേതാക്കളുണ്ട്. അവർക്കെന്താ? അവർക്ക് ഫയുദിനീഹിമിന്നോ, അടുത്തേക്ക് വിളിച്ചിട്ട് നീയാണ് വെൽഡ് എന്ന് പറയും. അങ്ങനെ കുറെ ആളുകൾ നിരന്തരമായി വർഗീയം പറയും. വർഗീയം പറഞ്ഞാലേ സ്ഥാനം കിട്ടുള്ളൂ. ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടി വർഗീയം പറയുന്നവർ. അപ്പൊ അതേപോലെ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണി എന്ത്? ഭാര്യയും ഭർത്താവിനെയും അകറ്റുക, കുടുംബ ബന്ധം തകർക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശത്രുവാരാണ്? ദാമ്പത്യ ജീവിതത്തിലെ ശത്രുവാരാണ്? ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാരാണ്? പിശാച്ചാണ്. അപ്പൊ കുടുംബ ജീവിതം സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? പിശാച്ചിനെ വീട്ടിൽ നിന്ന് അകറ്റണം. വീട് സ്വർഗമാവണമെങ്കിൽ പിശാച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. പിശാച്ചുള്ള കാലത്തോളം ഒരു വീട്ടിലും സമാധാനമുണ്ടാകുമെന്ന് ആരും വിചാരിക്കണ്ട. കല്യാണം കഴിച്ചിട്ട് ഞാൻ തോറ്റു എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക്, ആ ഒരു ദയനീയമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറുന്നത് പിശാച്ച് നമ്മുടെ വീടുകളിൽ കയറിക്കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി ഖാല അശ്-ശൈത്വാൻ ലാ മബീത ലക്കും വലാ അശാ. ഇദാ ദഖല അർ-റജുലു ബൈതഹു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ, ഒരാൾ വീട്ടിലേക്ക് കയറുകയാണ്, വഅദ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുകയാണ്. ആ സമയത്താണ് അയാൾ പറയുന്നത്, ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജ് വഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ പിശാച് പറയും, ലാ മബീത ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല, ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല. ഇത് ചെല്ലാതെ കയറുന്നവരാണെങ്കിലോ കൂടെ പിശാച് കയറും. പിശാച് കയറിയ ബാക്കി ഞാൻ പറയണ്ടല്ലോ. പിശാച് വീട്ടിലേക്ക് കയറിയ ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ചെല്ലാതെ കയറുന്നവരുടെ കൂടെ പിശാച് കയറും, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ദഖല അർ-റജുലു ബൈതഹു, ഒരാൾ വീട്ടിലേക്ക് കയറിയാൽ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിച്ചാൽ, ദിക്ർ ചൊല്ലിയാൽ, ബിസ്മി ചൊല്ലിയാൽ, ഇത് നബിത്തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്, നബിത്തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കാണാതെ പഠിക്കണം. ഈ പ്രാർത്ഥനയോടുകൂടി വീട്ടിലേക്ക് കയറിയാൽ പിശാച് ഓടിപ്പോകും. പിന്നെ വീട്ടിലേക്ക് കയറി അടുത്ത പണി എന്താ? ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ അല്ലാഹുവിനെ ഓർത്താൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ അല്ലാഹുവിനെ ഓർത്താൽ, ഖാല അശ്-ശൈത്വാനു ലാ അശാ ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവുമില്ല, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണമില്ല, ഇന്ന് നിങ്ങൾക്ക് താമസമില്ല, ഫുഡ് ആൻഡ് അക്കമഡേഷൻ നിങ്ങൾക്ക് ഇന്നില്ല, പോയി. يقول الشيطان لمن معه من الشيطان لقد حفظ الله تعالى هذا الرجل وبيته منكم بذكره له. ഈ വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് അല്ലാഹു ഇന്ന് സംരക്ഷിച്ചിരിക്കുകയാണ്.
അദ്ദേഹം ദിക്റ് ചൊല്ലിയത് കാരണത്താൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. ഒരു മനുഷ്യന്റെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പിശാചിന്റെ സ്വാധീനമുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. എവിടെയൊക്കെയാണോ രക്തയോട്ടം നടക്കുന്നത്, രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ പിശാചിന്റെ സ്വാധീനമുണ്ടാകും, പിശാച് കയറിക്കൂടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ചൂണ്ടം വിരൽ മുതൽ തലവരെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. മജ്റദ്ദം എന്ന് പറഞ്ഞ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. അതുകൊണ്ട് ഫളയ്യിഖൂ മജാരിഹി ബിൽ ജൂ'. പിശാചിന്റെ കേന്ദ്രങ്ങളെ നിങ്ങൾ വിശപ്പ് കിടന്നുകൊണ്ട്, പട്ടിണി കിടന്നുകൊണ്ട് പിശാചിനെ ശരീരത്തിലേക്ക് കയറ്റാതെ സൂക്ഷിക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിനെ വയറ്റത്തേക്ക്, ശരീരത്തേക്ക് കയറ്റാതിരിക്കാൻ ലയ്യിഖൂ മജാരിഹി ബിൽ ജൂ', പട്ടിണി കിടക്കണം എന്നാ പറഞ്ഞത്. തീറ്റ കൂടുന്നതിനനുസരിച്ച് പിശാച് ശരീരത്തിൽ കയറി നൃത്തം കളിക്കും. തീറ്റ കുറയുന്നതിനനുസരിച്ചിട്ട് പിശാചിന്റെ വഴി അടഞ്ഞു പോകും, ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് വേണം? പിശാചിനെ മാറ്റി നിർത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ ചൊല്ലാനുള്ള ദിക്ർ എന്താണെന്ന് പഠിക്കണം നമ്മൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ദിക്റും പഠിക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ദിക്റുകൾ പഠിക്കുക. ബെഡ്റൂമിൽ കയറിയാൽ അവിടെയും ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. അല്ലാഹുവേ, എന്നെയും എൻ്റെ ഭാര്യയും എനിക്ക് തരാൻ പോകുന്ന മക്കളെയും പിശാചിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി ചൊല്ലേണ്ട ദുആ അല്ല. ആദ്യ രാത്രി ഒരു പക്ഷേ ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ആദ്യ രാത്രിയാണ് ഈ ദിക്ർ ചൊല്ലുക. ഉസ്താമാരൊക്കെ വിളിക്കും, കുടുംബത്തിലോ നാട്ടിലോ ഉള്ള ഉസ്താമാരെ വിളിച്ചിട്ട് ആ ദിക്റൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. ഒന്ന് വാട്സപ്പ് ചെയ്ത് തരുമോ. കാര്യമായിട്ട് കഷ്ടപ്പെട്ട് അത്ര പാടിൽ അയാൾ ഈ ദിക്ർ ചൊല്ലും രാത്രി. സത്യത്തിൽ ആ രാത്രി അയാൾ ദിക്ർ ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആദ്യ രാത്രി ആരും ശാരീരികമായി എണ്ണ ചേരൂല. അതുകൊണ്ട് ഈ ദിക്റിന്റെ പ്രത്യേകത എന്താണ്? ഇണ ചേരുന്ന ദിവസങ്ങളിൽ ഈ ദിക്ർ ചൊല്ലി അന്ന് അയാൾക്ക് കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് പിശാചിന്റെ ശറുണ്ടാവൂലെന്നാ. മനുഷ്യന്റെ ലൈംഗിക അവയവത്തിലേക്ക് പിശാച് കയറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ, ഒരു പുരുഷന്റെ ലൈംഗിക അവയവത്തിലേക്ക് പിശാച് കയറും. ഫയുജാമിഉ മഅഹ്. ഭാര്യയോട് ഭർത്താവ് ഇണചേരുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ പിശാചും ഈ ഭാര്യയോട് ഇണചേരും. അങ്ങനെ ഈ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കുണ്ടാകുന്ന കുട്ടിക്ക് പിശാചിൻ്റെ ചെറിയൊരു സ്വാധീനം ഉണ്ടാകും. ദിക്ർ ചൊല്ലാതെ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ. ദിക്ർ ചൊല്ലിയാലോ പിശാച് അകന്നു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മക്കൾ സ്വാലിഹീങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാത്രി ബെഡ്റൂമിലേക്ക് കയറിയാൽ അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. ആദ്യ രാത്രി മാത്രമല്ല, മരണം വരെ ഇത് ചൊല്ലണം. മരണം വരെ ചൊല്ലണം. ശാരീരികമായി ഇണചേരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ദിക്ർ ചൊല്ലാതെ ഇണചേരാൻ പാടില്ല. കാരണം ഈ ദിക്ർ ചൊല്ലാതെ ഇണചേർന്നാൽ അന്ന് രാത്രി അല്ലാഹു തആല നിങ്ങൾക്കൊരു കുട്ടിയെ തന്നാൽ ആ കുട്ടിയിൽ പൈശാചികമായ സ്വാധീനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ചൊല്ലിയെങ്കിലോ ലം യളുറഹു ഉമ്മുസ്ബിയാൻ, കുട്ടികളെ ബാധിക്കുന്ന ഉമ്മുസ്ബിയാൻ എന്ന് പറയുന്ന പിശാചിന്റെ ശർറ് ഈ കുട്ടികൾക്കുണ്ടാവൂല എന്നും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ, പ്രശ്നങ്ങളില്ലാതെ, പിണക്കങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമതായി വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറുക.
ബെഡ്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാന വജന്നിബിശ് ശൈത്വാന മാ റസഖ്തന എന്ന ദിക്ർ ചൊല്ലുക. കാരണം പിശാചുക്കളെ അകറ്റാനുള്ള വഴി ദിക്ർ ചൊല്ലലാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ഓർക്കുന്ന വീടും അല്ലാഹുവിനെ ഓർക്കാത്ത വീടും രണ്ടും രണ്ടാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന വീടുണ്ട്, ഓർക്കാത്ത വീടുണ്ട്. അല്ലാഹുവിനെ ഓർക്കുന്ന വീടിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിനെ ഓർക്കുന്ന വീട്, ആ വീടുകളിൽ പൈശാചികമായ സ്വാധീനം ഉണ്ടാവൂല. അത് ജീവിച്ചിരിക്കുന്നവന് സമാനമാണ്. അതൊരു സ്വർഗീയ സമാനമായ വീടാണ്. എന്നാൽ അല്ലാഹുവിനെ ഓർക്കാത്ത വീടുകൾ ഖബറിന് സമാനമാണ്, ചത്തവർക്ക് സമാനമാണ്, മരിച്ചുപോയവർക്ക് സമാനമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അപ്പൊ ദിക്ർ ചൊല്ലുന്ന വീടുകളായി നമ്മുടെ വീടുകളെ നമ്മൾ മാറ്റാം. ദിക്ർ എന്ന് പറഞ്ഞാൽ എല്ലാം ദിക്ർ തന്നെയാണ്. സ്വലാത്ത് ദിക്റാണ്, ഖുർആൻ ദിക്റാണ്, തസ്ബീഹ് ദിക്റാണ്, ദുആകൾ ദിക്റാണ്, പ്രാർത്ഥനകൾ ദിക്റാണ്. ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ദിക്റുകൾ പകർത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിന്റെ സ്വാധീനം നഷ്ടപ്പെടുമെന്നും പിശാച് വീട്ടിൽ നിന്ന് അകന്നുപോയാൽ ദാമ്പത്യ ജീവിതം ഖൈറിലാവുമെന്നും സന്തോഷത്തിലാകുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്തമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഊ സൂറത്തുൽ ബഖറ ഫീ ബുയൂതികും. നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ ഓതണം. നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന ശൈത്വാന ലാ യദ്ഖുലു ബൈതൻ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിലേക്ക് പിശാച് കയറൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ എത്ര പേജ് ഉണ്ടെന്നറിയോ? സൂറത്തുൽ ബഖറ എത്ര ജുസ് ഉണ്ടെന്നറിയോ? സൂറത്തുൽ ബഖറ എത്ര ജുസ് ഉണ്ടെന്ന് അറിയില്ലേ? 2.5 ജുസ് ഉണ്ട്. ഉസ്താദേ, റമദാൻ കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ മുസ്ഹഫ് തൊട്ടുനോക്കിയിട്ടില്ല. എന്നോടാണോ നിങ്ങൾ മഗ്രിബിന് ശേഷം വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതണം എന്ന് പറയുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? റമദാൻ കഴിഞ്ഞതിന് ശേഷം മുസ്ഹഫ് തൊട്ടു നോക്കാത്ത എത്ര ആളുകളുണ്ട്? ഇഷ്ടം പോലെ ഇല്ലേ? കൈയൊന്നും പൊക്കണ്ട, നാണക്കേടാണ്, മോശമാണ്. കൈ പൊക്കിയാൽ പിന്നെ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും മോശമാണ്. അതുകൊണ്ട് ആരും കൈപൊക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിക്കും, റമദാൻ കഴിഞ്ഞതിന് ശേഷം ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതിയ എത്ര ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്? ഒരു ജുസ് ഓതിയവർ. ഇന്ന് ഓതിയൊന്നറിയില്ല, സുപ്രീം കോടതിയുടെ വിധിയൊന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് രാവിലെ പള്ളിക്ക് പോയിട്ട് ഓതിയൊന്നറിയില്ല. ഇന്ന് ഓതിയാളൊന്നും കൈപൊക്കണ്ട, അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ പിശാച് പ്രവേശിക്കുകയേ ഇല്ല എന്ന്. ഒരിക്കലും പിശാച് പ്രവേശിക്കൂല എന്നാ. ഇനി സൂറത്തുൽ ബഖറ പണ്ടൊക്കെ ഓതിയിരുന്നു, ഇന്ന് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള പരിഹാരമാണ് നമ്മുടെ ഹജ്ജാദ് റാത്തീബിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ ആദ്യമായി ഓതുന്നത് അല്ലേ? സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗമാണ് എന്ത്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓതുന്നത് ആയത്തുൽ കുർസിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓതുന്നത് ആമനർ റസൂലാണ്. ആദ്യത്തെ ഒരു 5 ആയത്ത്, മധ്യത്തിലുള്ള ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള ആമനർ റസൂൽ, ഇത് 3 എല്ലാ ദിവസവും മിനിമം നമ്മുടെ വീടുകളിൽ ഓതാൻ എല്ലാ ആളുകളും ശ്രമിക്കാം. മിനിമം ഇത് 3 നമ്മുടെ വീടുകളിൽ ഓതാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും ശ്രമിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരുപക്ഷെ പൂർണ്ണമായി സൂറത്തുൽ ബഖറ ഓതാൻ നമ്മൾക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ഓതാനൊക്കെ പറ്റും. എങ്ങനെ? ഭാര്യ കുറച്ച്
ഭർത്താവ് കുറച്ച്, മക്കൾ കുറച്ച്, അങ്ങനെ എല്ലാവരും കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു 5 പേജ് 10 പേജൊക്കെ ഓതിയാൽ എല്ലാരെ കൊണ്ട് ഓതി തീർക്കാൻ പറ്റൂ. എന്നാൽ അതിന് വരെ നമ്മൾ എന്ത് ചെയ്യൂല, അതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തൂല, അതിനൊന്നും നമ്മൾക്ക് സമയമുണ്ടാവുകയുമില്ല. അതുകൊണ്ട് മിനിമം സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ഭാഗമായ അലിഫ് ലാം മീം അത് ഓതുക. അത് കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതണം. അത് കഴിഞ്ഞാൽ ആമന റസൂൽ ഓതണം. ഇത് 3 നമ്മുടെ വീട്ടിലോതിയാൽ പിശാചിന്റെ ശർറ് നമ്മുടെ വീട്ടിലുണ്ടാവൂല. പിശാചിന്റെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇജഅലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ഒരൽപഭാഗം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മാറ്റിവെക്കണമെന്നാണ്. എല്ലാം കൊണ്ടുപോയിട്ട് പള്ളിയിൽ നിസ്കരിക്കണ്ട, കുറച്ചൊക്കെ വീട്ടിലേക്ക് മാറ്റിവെക്ക്. മനസ്സിലായോ? എല്ലാ നിസ്കാരവും നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കരുത്. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഒരൽപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ പറഞ്ഞാൽ? നിസ്കാരത്തിൽ നിന്നൊരൽപ്പം വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ, ളുഹർ നിസ്കാരം 4 റക്അത്തായി ഇമാമായി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 2 റക്അത്താകുമ്പോൾ സലാം വീട്ടി ബാക്കി 2 റക്അത്ത് വീട്ടിൽ നിസ്കരിക്കാനാ? ആണോ? സുബഹി നിസ്കാരം 1 റക്അത്ത് പള്ളിയിലും 1 റക്അത്ത് വീട്ടിലും 2 തോണിമ കാലിടുന്ന പോലെ അങ്ങനെയാണോ? അല്ല. ഫർള് നിസ്കാരങ്ങൾ നമ്മുടെ പള്ളികളിലും സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ വീടുകളിലും നിർവഹിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഫർള് നിസ്കാരം നിസ്കരിക്കേണ്ടത് എവിടെയാണ്? പള്ളിയിൽ. അത് വീട്ടിൽ നിസ്കരിക്കുന്നവൻ മുനാഫിഖാണ്. അങ്ങനെ തന്നെ സ്വന്തം നാട്ടിലുണ്ടായിട്ട് ബാങ്കിന്റെ വിളി കേൾക്കുന്ന ഒരാൾ, പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുന്ന ഒരാൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ വെച്ച് ഫർള് നിസ്കാരം നിസ്കരിക്കുന്നത് മുനാഫിഖിന്റെ അടയാളമാണത്. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കരുതെന്നാ പറഞ്ഞത്. ബാങ്ക് കേൾക്കുന്നവരാണെങ്കിൽ യാത്രക്കാരായ ആളുകളല്ലെങ്കിൽ നിങ്ങളൊക്കെ മുഖീമീങ്ങളാണ്, നിങ്ങളൊക്കെ നാട്ടുകാരാണ്, നാട്ടിൽ താമസിക്കുന്നവരാണ്. ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ പള്ളിയിലേക്ക് പോയി ജമാഅത്തിൽ പങ്കെടുക്കേണ്ടവരാണ്. ആരോഗ്യമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഒരാൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയൂല എന്നാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അർത്ഥം അങ്ങനെയാണ്. മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമില്ലേ? വേണ്ടേ? താല്പര്യമുണ്ടോ? മുസ്ലിമായിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് പറയുന്നുള്ളൂ. താല്പര്യമില്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ പറയട്ടാ. മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, മുസ്ലിമായി മരിക്കണമെന്നുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫല്യുഹാഫിള് അലാ ഹാദിഹി സ്വലവാതി ഹൈതു യുനാദാ ബിഹിന്ന, ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകണം. ജമാഅത്തിന് പള്ളിയിലേക്ക് പോകണം. സുപ്രീം കോടതി പറഞ്ഞതുപോലെ, ഇന്ന് മാത്രം നിസ്കരിച്ചതുപോലെ ഇനി ഒരു 4 ആഴ്ച നിസ്കരിക്കണം എന്നാ സുപ്രീം കോടതി പറഞ്ഞത്. 4 ആഴ്ച ഇനി നിസ്കരിക്കണമല്ലോ സുബഹി നിസ്കാരം. എങ്കിലും ഇനി വിധി വീണ്ടും കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് വിധി വന്നിരുന്നെങ്കിൽ ഇന്നത്തോടുകൂടി സുബഹി കഴിയായിരുന്നു. ഇനി ഒരു 4 ആഴ്ച കൂടി നമ്മൾ നിസ്കരിക്കാം. ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് പോയി നിങ്ങളുടെ ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കണം. ഈമാൻ സലാമത്തായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിപരീതാർത്ഥമില്ലേ? എന്താണ് ഇതിന്റെ വിപരീതാർത്ഥം? പള്ളിയിൽ പോയി ഫർള് നിസ്കരിക്കാത്തവർക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയൂല. വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഈമാൻ സലാമത്തായി മരിക്കണമെന്ന് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഫർള് നിസ്കരിച്ചോളൂ. മനസ്സിലായോ? ഈമാൻ സലാമത്തായി മരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിച്ചോളൂ. ഇതൊക്കെ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്.
യാത്രക്കാരായ ആളുകൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഇളവുണ്ട്. എന്നാൽ മുഖീമീങ്ങളായ നാട്ടുകാരായ ആളുകൾ നിർബന്ധമായും 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകണം. അങ്ങനെ പള്ളിയിലേക്ക് പോയാൽ ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൂ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ നിങ്ങൾ നിസ്കരിക്കണം. ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. നബി തങ്ങൾ പറയാൻ, സല്ലൂ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ നിങ്ങൾ നിസ്കരിക്കണം. ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. ഫഇന്ന അഫ്ളലസ് സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതി, ഒരാളുടെ നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? പള്ളിക്ക് പോവാതെ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് സന്തോഷമായില്ലേ? ഇല്ലൽ മക്തൂബ, ഫർദ് നിസ്കാരം ഒഴികെ ഫർദിനെ കുറിച്ച് ചർച്ചയില്ല. ഫർദ് എവിടെ? അത് പള്ളിയിൽ തന്നെ. അത് വീട്ടിലോ അങ്ങനെ ചർച്ചയില്ല. ഫർദ് പള്ളിയിൽ തന്നെ. ഫർദ് നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിസ്കരിക്കലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് കാണാം, ഇദാ ഖളാ അഹദുകുമുസ് സ്വലാത്ത ഫീ മസ്ജിദിഹി, നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ, നിസ്കരിച്ചു സലാം വീട്ടിയാൽ, സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയാൽ, സലാം വീട്ടി പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാം. അതേപോലെ ളുഹർ നിസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോയി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ദുആ കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഫല്യജഅൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, നിങ്ങളുടെ നിസ്കാരത്തിന്റെ ഓരോഹരി നിങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ, ഒരാൾ അയാളുടെ വീട്ടിലേക്ക് നിസ്കാരം മാറ്റിവെക്കുന്നത് കാരണത്താൽ അല്ലാഹു തആല ആ വീട്ടിൽ ബറക്കത്ത് ചെയ്യുമെന്ന്, ഖൈറുകൾ നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത ഹദീസും കൂടി പറയുമ്പോൾ കൃത്യമായി മനസ്സിലാകും. തതവ്വുഉർ റജുലി ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കലാണ്. വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കൽ യസീദു അലാ തതവ്വുഇഹി ഇൻദന്നാസ്, പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കും. വീട്ടിൽ വെച്ച് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നത് പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ കഫളുലി സ്വലാത്തിൽ ജമാഅത്തി അലാ സ്വലാത്തിർ റജുലി വഹദഹ്, ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായി നിസ്കരിക്കുന്നതും തമ്മിൽ എത്ര പ്രതിഫലത്തിന്റെ വ്യത്യാസമുണ്ട്. ഒരാൾ സുബഹി നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ, വേറൊരാൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു, എത്ര കൂലിയുടെ പ്രതിഫലത്തിന്റെ വ്യത്യാസമുണ്ട്? ജമാഅത്തായി നിസ്കരിച്ചാൽ എത്ര ഇരട്ടി? 27 ഇരട്ടി. ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ 1 കൂലി, ജമാഅത്തായി നിസ്കരിച്ചാൽ 27 കൂലി. അതേപോലെ സുന്നത്ത് നിസ്കാരം ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അയാൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടിയോളം പ്രതിഫലം വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ലഭിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ പറയുന്നത് ഫർള് നിസ്കാരങ്ങൾ അത് പള്ളിയിലും, സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ വീട്ടിലും വെച്ച് നിസ്കരിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് അങ്ങനെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ വെച്ചുള്ള നിസ്കാരം കാരണത്താൽ വീട്ടിൽ നിന്ന് പിശാച് അകന്നുപോകും. പിശാച് അകന്നുപോയാൽ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാ കെട്ടുറപ്പും ആ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് വീട്ടിലേക്ക് നിസ്കാരത്തിന്റെ ഒരു ഓഹരി നമ്മൾ മാറ്റിവെക്കണം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങളൊരു വീട്ടിലേക്ക് കയറിയാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ വീട്ടുകാരോട് സലാം പറയണം. വീട്ടുകാരോട് സലാം പറയണം. വീട്ടിലേക്ക് കൈയും വീശി കയറരുത്. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുടെ വീട്ടിലേക്ക് മുറിയിലേക്ക് കയറുമ്പോൾ ആദ്യമായി പറഞ്ഞിരുന്നത് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത്. ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കയറുക. നോക്കണം എത്രത്തോളം ദാമ്പത്യ ജീവിതത്തിലെ സൂക്ഷ്മത എത്രത്തോളം കാണിച്ചു എന്ന് നോക്കണം നിങ്ങൾ. ആദ്യം വീട്ടിൽ കയറും, വലത് കാല് വെച്ച് നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജ് വഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബനാ തവക്കൽന. ഇത് പറഞ്ഞ് വീട്ടിൽ കയറും. വീട്ടിൽ കയറി കയ്യിലുണ്ടാകുന്ന മിസ്വാക്ക് ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കും. കയ്യിലുണ്ടാകുന്ന ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കും. എന്നിട്ട് ഭാര്യയോട് പറയും അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത്. ഇതാണ് നബി തങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ശരി. എന്തിനാ ഈ പല്ല് തേക്കുന്നത്? പല്ല് തേക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഭാര്യയും ഭർത്താവും എപ്പോഴും നല്ല വൃത്തിയിൽ ഉണ്ടാവണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ തവണ വീട്ടിലേക്ക് കയറുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലു തേക്കാതെ വീട്ടിലേക്ക് കയറാറേയില്ല. പല്ല് തേക്കാതെ വീട്ടിലേക്ക് കയറാറേയില്ല. നമ്മളോ രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കും, പിന്നെ പല്ല് തേക്കുന്ന അടുത്ത ദിവസമാണ്. രാത്രി ഉറങ്ങുമ്പോൾ അവര് തേക്കൂല. ഭാര്യയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. ഭക്ഷണം കഴിച്ചും മാംസവും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം നമ്മുടെ വായുടെ പല്ലിന്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാകും. എന്നാൽ അതുമായിട്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്നത്, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത്. ഭാര്യമാരോടൊരു ബഹുമാനത്തിന്റെ ഭാഗമാണ്, ഭർത്താവിനോടുള്ള റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. പരസ്പരം സംസാരിക്കുമ്പോ എന്റെ വായയിൽ നിന്ന് ഒരു ദുർഗന്ധം എന്റെ ഭർത്താവ് അനുഭവിക്കാൻ പാടില്ല. എന്റെ ഭർത്താവ് അതേപോലെ എന്റെ ഭാര്യ എന്നിൽ നിന്നൊരു ദുർഗന്ധം അനുഭവിക്കാൻ പാടില്ല എന്ന ചിന്ത ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അത് സൂക്ഷിച്ച ആളാണ്. 9 ഭാര്യമാരുണ്ട്. 9 ഭാര്യമാരുടെ വീട്ടിലേക്ക് കയറുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇതേ ഒരു ശൈലിയിലായിരുന്നു കയറിയിരുന്നത്. വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ ചൊല്ലും, പിന്നെ പല്ല് തേക്കും. പല്ല് തേക്കാന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് എടുത്തിട്ട് ബ്രഷ് എടുത്ത് തേച്ചു കണ്ട ഏതെങ്കിലും ബേസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തേച്ച് അതല്ല. അന്നത്തെ ബ്രഷ് പല്ല് തേക്കാന്ന് പറഞ്ഞാൽ കയ്യിലൊരു അറാക്ക് ഉണ്ടാവും. ആ അറാക്ക് എടുത്തിട്ട് കഴിഞ്ഞു, അത് കീശ പോക്കറ്റിലിട്ടു. നമ്മളീ ബ്രഷ് തേക്കാന്ന് വെച്ചാൽ നാളെ മുതൽ അപ്പുറത്ത് പുറത്തു പോയിട്ട് വന്നിട്ട് അങ്ങാടിയിൽ പോയിട്ട് വന്നിട്ട് പല്ലേച്ചിട്ട് സലാം പറയണമെന്നല്ല. അതിനല്ല, ഒരു അറാക്ക് കൈ പിടിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടെ വായ അശുദ്ധിയാവാൻ സാധ്യതയുള്ള ഭക്ഷണം കഴിച്ച ഉടനെ പല്ല് തേക്ക. ഭക്ഷണം കഴിച്ച ഉടനെ പല്ല് തേക്ക. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, പല്ല് തേക്കാതെ ഒരാളും കിടന്നുറങ്ങാൻ പാടില്ല. പല്ല് തേക്കാതെ ഒരാളും കിടന്നുറങ്ങാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിലെ ബന്ധം ഊട്ടിയുറക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് വൃത്തിയാണ്, സുഗന്ധമാണ്, വൃത്തിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കാണുമ്പോൾ അറപ്പ് തോന്നുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. അറപ്പ് തോന്നുന്ന ദുർഗന്ധമുണ്ടാവരുത്. അതേപോലെ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും ഉണ്ടാവാൻ പാടില്ല. രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹത്തോടെ നല്ല വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയായി മുഖവും മുടിയും ശരീരവും വായയുമെല്ലാം വൃത്തിയാക്കി എപ്പോഴും നല്ല വൃത്തിയോടെ ഉണ്ടാവണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദഖൽതും അയ്യുഹന്നാസു ബുയൂതകും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ ഫസല്ലിമു അലാ അഹ്ലീകും വഇയാലികും, നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയണം. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പറയണം. ആ വീട്ടുകാരിൽ ബറക്കത്തുണ്ടാവാൻ അത് കാരണമാകും. ഇനി വീട്ടിൽ ആളില്ലെങ്കിലോ? വീട്ടിൽ ആളില്ല, വേദ കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അതോ വീട്ടിൽ ആളൊന്നുമില്ല, വീട്ടിൽ മലക്കുകൾ സാന്നിധ്യം ഉണ്ടാവും, ജിന്നുകൾ ഉണ്ടാവും. അപ്പൊ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറണം. അഥവാ വീട്ടിൽ പോയാൽ ഇനി പിണക്കങ്ങളില്ലാതിരിക്കാൻ അത് നല്ലതാണ്.
ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ അസ്വസ്ഥതകളില്ലാതിരിക്കാനും പ്രശ്നങ്ങളില്ലാതിരിക്കാനും അടിപിടിയില്ലാതിരിക്കാനും അത് നല്ലതാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഈ സലാം ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അല്ലാഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അഥവാ കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമെന്നും ആരോഗ്യം നൽകുമെന്നും സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്നും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും നിങ്ങൾപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് അയ്യുൻസഅലഹു ഫീ അഥരിഹി, നിങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹം. ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ, കടങ്ങളില്ലാതെ, പ്രാരാബ്ദങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, അന്തസ്സോടുകൂടി, ഇസ്സത്തോടുകൂടി, ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫല്യസുൽ റഹിമ, കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബബന്ധം ചേർക്കാനാ പറഞ്ഞത്. അപ്പൊ ഈ രാവിലെ എണീറ്റിട്ട് ജിമ്മിന് പോകുന്നു, വൈകുന്നേരം കളിക്കുന്നു, ജോഗിങ്ങിന് പോകുന്നു, അതൊക്കെ നല്ലതാണ്. അതിന്റെ കൂടെ ഒഴിവ് സമയങ്ങളിൽ കുടുംബക്കാരെ കാണാൻ പോവുക. ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, സഹോദരിമാരെ, കുടുംബക്കാരെ, നാട്ടുകാരെ, നിങ്ങളുമായി ബന്ധമുള്ള കുടുംബബന്ധമുള്ള ഉപ്പയുടെ കുടുംബക്കാർ, ഉമ്മയുടെ കുടുംബക്കാർ, ഭാര്യയുടെ കുടുംബക്കാർ, ഭർത്താവിന്റെ കുടുംബക്കാർ, ഇങ്ങനെ കുടുംബക്കാരെ കാണാൻ പോകണം. കുടുംബക്കാരുമായി ബന്ധം സ്ഥാപിക്കണം. ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരെ അങ്ങോട്ടും പോയി ബന്ധം സ്ഥാപിക്കലല്ല. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കലല്ല. ബന്ധം സ്ഥാപിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നവർക്ക് തിരിച്ചങ്ങോട്ടും ഫോൺ ചെയ്യലല്ല. വീട്ടിലേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സുമായി കടന്നു വന്നാൽ അതേപോലെ ഫ്രൂട്ട്സുമായി തിരിച്ചു പോവലല്ല. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വീറ്റ്സ് കൊണ്ടുവന്നാൽ അതേപോലെ നമ്മളും സ്വീറ്റ്സ് കൊണ്ടുപോവുക. നമ്മുടെ വീട് കുടിയിരിക്കലിന് ഫ്രിഡ്ജ് തന്നാൽ അതേപോലെ ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോയി കൊടുക്കുക. നമ്മുടെ വീടിന്റെ കുടിയിരിക്കലിന് ഫർണിച്ചർ തന്നാൽ അതേപോലെ കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെ പകരത്തിന് പകരം കൊടുക്കലല്ല കുടുംബ ബന്ധമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി. ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം കൊടുക്കലല്ല. അത് ബിസിനസ്സാണ്, അത് കച്ചവടമാണ്. പിന്നെ എന്താ കുടുംബ ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ, അത് ആരായാലും അവരെ തേടി പിടിച്ച് അവരോട് നല്ല ബന്ധം സ്ഥാപിക്കലാണ് കുടുംബ ബന്ധമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവർ കുടുംബത്തിലെ ഏറ്റവും വലിയ ശത്രു അയാളാണെന്ന് നമ്മൾക്കറിയാം. നമ്മെ പാരവെക്കുന്നത് അയാളാണ്. നമ്മുടെ സമ്പാദ്യങ്ങൾ അടിച്ചു മാറ്റിയത് അയാളാണ്. നമ്മൾക്കെതിരെ കേസ് കൊടുത്തത് അയാളാണ്. നമ്മെ അവരുടെ മക്കളുടെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, നമ്മൾ വിളിച്ചിട്ട് വന്നിട്ടില്ല. ഈ രീതിയിൽ നമ്മുടെ ശത്രുക്കളായി കുടുംബത്തിൽപ്പെട്ട പല ആളുകളുണ്ടാകും. അങ്ങനെ ശത്രുക്കളായി ജീവിക്കുന്ന ആളുകൾ, അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുക, അവരുടെ വീട്ടിലേക്ക് പോവുക, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റുകളായി കടന്നു പോവുക. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കലാണ്, അവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കലാണ് കുടുംബ ബന്ധമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബ ബന്ധം അങ്ങനെയാണോ? നമ്മുടെ കുടുംബ ബന്ധം അങ്ങനെയാണോ? കല്യാണത്തിന് എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അയാളെ വിളിക്കില്ല. എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഞാൻ അയാളുടെ കല്യാണത്തിനും പോകൂല. ഇതല്ലേ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ അവസ്ഥ? ഇങ്ങനെയാണ്. എന്നെ വിളിച്ചില്ല അയാൾ, അതുകൊണ്ട് ഞാനും വിളിക്കുന്നില്ല. ഞാൻ മിണ്ടൂല, എന്റെ കല്യാണത്തിന് അയാൾ വന്നിട്ടില്ല. ഇതൊന്നുമല്ല സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല.
പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഐക്യത്തോടുകൂടി ഒന്നിച്ചു മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി ആ ഐക്യമുണ്ടാവേണ്ടത് നമ്മുടെ വീട്ടിലാണെന്ന് മനസ്സിലാക്കണം. വീട്ടിൽ ഐക്യമില്ലാതെ നാട്ടിൽ ഐക്യമുണ്ടാവൂല, നാട്ടിൽ ഐക്യമില്ലാതെ രാജ്യത്തും ഐക്യമുണ്ടാവൂല. ഐക്യമുണ്ടാവേണ്ടത് നാട്ടിൽ വെച്ചാണ്, നമ്മുടെ വീട്ടിൽ വെച്ചാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമുണ്ടാവണം, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമുണ്ടാവണം. അങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ട് ഐക്യത്തോടുകൂടി വീടൊരു സ്വർഗമാക്കി മാറ്റിയാൽ മാത്രമേ ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാവുള്ളൂ. അതല്ലാതെ എപ്പോഴും അടിപിടി കൂടുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഉമ്മയും ഉപ്പയും അടിപിടി കൂടുന്നവരാണെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന മക്കളിൽ നിന്ന് ഒരു ഉപകാരവും ഈ രാജ്യത്തിന് ലഭിക്കൂല. അടിപിടി കൂടുന്ന, ശണ്ട കൂടുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ലോകത്തിനുണ്ടാവില്ല, നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. ഐക്യമില്ലാത്ത വീട്ടിൽ നിന്ന് നല്ല മക്കളുണ്ടാവില്ല. അതുകൊണ്ട് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബബന്ധം എന്നുള്ളത് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കുടുംബബന്ധം അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആരെങ്കിലും കുടുംബബന്ധത്തെ വിച്ഛേദിച്ചാൽ അവനുമായുള്ള ബന്ധം അള്ളാഹു വിച്ഛേദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജത്തുൽ വദാഇൽ നബി തങ്ങൾ ഇങ്ങനെ പ്രഭാഷണം നടത്തുകയാണ്. അറഫ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സദസ്സിനോട് പറഞ്ഞത്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണം. വഅദ് പറയാൻ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണം. അപ്പൊ ഒരാൾ എണീറ്റ് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ വിളിച്ചു, എന്തിനാ നീ എണീറ്റ് പോയത്? അയാൾ പറഞ്ഞു, നബിയേ, വർഷങ്ങളായി ഞാൻ എൻ്റെ കുടുംബക്കാരനുമായി പിണക്കത്തിലായിരുന്നു. വർഷങ്ങളായി ഞാൻ ഒരാളുമായി പിണക്കത്തിലായിരുന്നു. നിങ്ങൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോയി അയാളോട് സലാം പറഞ്ഞ് തിരിച്ചു വന്നത്. നിങ്ങൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നിന്ന് എണീറ്റ്. പിണങ്ങിയവരിയ്ക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, ചുടിച്ചു നിൽക്കുന്നവർ സദസ്സിൽ ഇരിക്കരുത് എന്നല്ല പറഞ്ഞത്. അപ്പൊ എനിക്കിവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ അയാളോട് സലാം പറയണം. ഞാൻ അയാളോട് സലാം പറഞ്ഞ് സംസാരിച്ചു വന്നതാണ് നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന, ചുടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഇവിടെ ഇത്രയൊക്കെ ആളുകളുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാള് ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നവരുണ്ട്, പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല. വേസ്റ്റായി പോകും സദസ്സ്. എത്ര പേരുണ്ടാവും പിണങ്ങി നിൽക്കുന്നവർ? അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ പല സദസ്സുകളിലെയും ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ ദുആ ചെയ്യാൻ നിൽക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, ഈ സദസ്സിൽ ഞാൻ ദുആ ചെയ്യാൻ പോവാണ്. കുടുംബത്തിൽ ആരെങ്കിലും ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് ദയവ് ചെയ്ത് എണീറ്റ് പോകണം എന്ന് പറഞ്ഞു. ഒരാൾ എണീറ്റ് പോയി. 8 വർഷത്തോളമായി ഒരു അമ്മായിയുമായിട്ട് പിണങ്ങിയിട്ട് അമ്മായിയോട് സലാം പറഞ്ഞ് സംസാരിച്ച് തിരിച്ചു വന്നു. അപ്പൊ അമ്മായി ചോദിച്ചു, എന്താ ഇന്നലെ വരെ കണ്ടിട്ട് മിണ്ടിയിട്ടില്ലല്ലോ, ഇപ്പൊ പുതിയതായിട്ടൊരു സലാം പറയാനുള്ള കാരണം എന്താന്ന് വെച്ചു. അപ്പോഴാണ് പറഞ്ഞത്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നതിന് മുമ്പ് പിണങ്ങിയ ആളുകൾ സദസ്സിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ആ സദസ്സിൽ നിന്ന് എണീറ്റ് നിങ്ങളോട് സലാം പറഞ്ഞ് തിരിച്ച് സദസ്സിലേക്ക് പോകാൻ വേണ്ടി കടന്നു വന്നതാണ്. ആണോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അറിയില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ എന്നവരെ, എന്തേ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോഴാണ് പറഞ്ഞത്,
ചുടിച്ചു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ഒരാളൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ നിന്ന് എത്ര ദുആ ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല ആ സദസ്സിന്റെ ദുആ സ്വീകരിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നലകളിൽ ഏകദേശം 8-10 ലക്ഷത്തോളം സംഖ്യകൾ, ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ നിന്ന് മദ്രസയുടെ സാമ്പത്തികമായ വരുമാനത്തിന് വേണ്ടി ഉദാരമായി നൽകിയിട്ടുണ്ട്. പല ആളുകൾ സ്വതഖ നൽകി, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഓരോ ആളുകൾ നിരന്തരമായി നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഇവരിതെല്ലാം നൽകിയത്? അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ, ദുആഇന് ഉത്തരം ലഭിക്കാൻ, ദുആഇന് ഇജാബത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഉത്തരം നൽകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ആളുകൾ സ്വതഖ ചെയ്യുന്നത്. ഇന്നും ആരെങ്കിലും സ്വതഖ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വതഖ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദുആഇന് ഉത്തരം കിട്ടണമെന്നുള്ള താല്പര്യത്തോടെയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ വേദനയോടെ ഞാൻ പറയട്ടെ, നമ്മുടെ സദസ്സുകളിൽ പല സദസ്സുകളുടെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, പരസ്പരം കുടുംബക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. പരസ്പരം മിണ്ടാത്ത സാഹചര്യമാണ്, പിണക്കമാണ്. പല ആളുകളും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരും മിണ്ടാറില്ല, അളാപ്പമാരോട് മൂച്ചാപ്പമാരോട് മിണ്ടാറില്ല, സഹോദരിമാരോട് സഹോദരന്മാരോട് മിണ്ടാറില്ല. ഇങ്ങനെ കുടുംബത്തിൽ പലരുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ വഅദിന് വന്നിട്ടെന്താ കാര്യം? ദുആ ചെയ്തിട്ടെന്താ കാര്യം? സ്വതഖ ചെയ്തിട്ടെന്താ കാര്യം? അല്ലാഹു തആല അവരുടെ ദുആ പോയിട്ട് ഒരു അമൽ പോലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ നന്മകളെല്ലാം കണക്കാക്കുന്നുണ്ട്. എങ്ങനെ? ഒരു ദിവസത്തിൽ 2 തവണ അല്ലാഹു നമ്മുടെ നന്മകൾ കണക്കാക്കുന്നുണ്ട്. ഏതൊക്കെ സമയം എന്നറിയോ? ഒരു ദിവസത്തിൽ 2 തവണ നമ്മുടെ നന്മ അല്ലാഹു കണക്കാക്കുന്നുണ്ട്. ഏതൊക്കെ സമയം എന്നറിയോ? ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരുന്ന സമയമാണ് സുബഹി സമയം. സുബഹിക്കൊരു കൂട്ടം മലക്കുകൾ ഇറങ്ങി വരും. അവരിറങ്ങി വരുമ്പോ നേരെ വരുന്നത് പള്ളിയിലേക്കാണ്. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കും. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഒരു കൂട്ടം മലക്കുകൾ ആകാശത്തേക്ക് തന്നെ തിരിച്ചു പോകും. ആ തിരിച്ചു പോയവർ ഏത് സമയത്ത് വന്നവരാണെന്നറിയോ? സുബഹിക്ക് തിരിച്ചു പോയവർ അസർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ഇറങ്ങി വന്നവരാണ്. അസർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ സുബഹിയാകുമ്പോഴേക്കും തിരിച്ചു പോകും. സുബഹിക്ക് വന്ന മലക്കുകൾ അസർ ആകുമ്പോഴേക്കും തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, 2 സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സുബഹിക്ക് വന്ന മലക്കുകൾ അസറിന് പോകുന്നുണ്ട്, അസറിന് വന്ന മലക്കുകൾ സുബഹിക്കും തിരിച്ചു പോകുന്നുണ്ട്. അല്ലാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എന്തു ചെയ്യുകയാണെന്ന്. എന്റെ അടിമകൾ എന്തു ചെയ്യുകയാണ്? ഇന്നാലെന്ന നാട്ടിലേക്ക് പോയവരല്ലേ നിങ്ങൾ? കൂരാച്ചുണ്ട് അല്ലെ നിങ്ങളുടെ നാട്ടിന്റെ പേര്? കൂരാച്ചുണ്ട്, വല്ലാത്ത പേരെന്നെ. അപ്പൊ ഇങ്ങനെ കൂരാച്ചുണ്ട് എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്നവരാണല്ലോ, പോയവരാണല്ലോ. എന്ത് ചെയ്യാണ് എന്റെ നാട്ടുകാര്? ഇന്ന് രാവിലെ പോയ മലക്കളൊക്കെ നല്ല ആവേശത്തിൽ പറഞ്ഞിട്ടുണ്ടോ എല്ലാരും പള്ളിയിലാണ്. സുബഹിക്ക് ഇന്ന് പള്ളിക്ക് പോയോ? ഇന്നും പോയിട്ടില്ലേ? ഇന്നും പോയിട്ടില്ല. പിന്നെ ക്യാമെന്നാളുള്ളങ്ങ് പോവില്ല. ഇന്നും പോയിട്ടില്ലേ? ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ മഹലിൽ നിന്ന് കോൾ വന്നു, പക്ഷേ നിങ്ങളുടെ സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ സുബഹിക്ക് ട്രെയിനിലാണ്, കോട്ടയത്ത് നിന്ന് വരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനേതായാലും പോകുന്ന സമയത്ത് നാട്ടിൽ പോകാറുണ്ട്, നിങ്ങളെ പോലത്തെ വരാത്ത ആൾ വരാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വിധിക്ക് സുബഹിക്ക് പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇന്ന് സുബഹിക്ക് മലക്കളൊക്കെ എല്ലാം ആവേശത്തോടെ അള്ളാഹിന്റെ അടുത്ത് പോയിട്ടുണ്ട്. എല്ലാവരും പള്ളിയിലുണ്ട് റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലത്തെ അവസ്ഥ, നാളത്തെ അവസ്ഥ അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു ചോദിക്കും അവരോട്. അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നല്ലേ, അള്ളാഹ് ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ കൂരാച്ചുണ്ടെന്ന നാട്ടിൽ പോയി പള്ളിയിൽ പോയിട്ട് അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? പള്ളിയിലുണ്ടെങ്കിൽ അവർ പറയും, അള്ളാഹുവേ, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പള്ളിയിൽ നിസ്കരിക്കുകയാണ് സുബഹി നിസ്കാരം, തിരിച്ചു വരുമ്പോൾ അവർ അസർ നിസ്കരിക്കുകയാണ്.
ആരെ കുറിച്ച്? നിസ്കരിക്കുന്നവരെ കുറിച്ച്. അല്ലാത്തവരെ കുറിച്ചിട്ടോ, അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ അവരുറങ്ങുകയാണ് റബ്ബേ, അസറിന് തിരിച്ചു വരുമ്പോൾ അവർ കളിക്കുകയാണ്, അങ്ങനെ പറയാം. അപ്പൊ ഡെയിലി നമ്മുടെ നന്മയും തിന്മയും കണക്കാക്കും. പിന്നെയോ ആഴ്ചയിലൊരിക്കൽ, ആഴ്ചയിൽ 2 തവണ, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു തആല നമ്മുടെ നന്മകൾ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ കണക്കാക്കും. അപ്പൊ അല്ലാഹുവിനോട് മലക്കുകൾ പറയും, അല്ലാഹുവേ ഇതാ ഇന്നാലിന്ന ആജിക്കയുടെ അമലാണ്. ആ ആജിക്ക അയാൾ പിണങ്ങി നിൽക്കുന്ന ആളല്ലേ, അതെ റബ്ബേ, എന്നാ അത് മാറ്റിയേക്ക, വേണ്ട. ആ ആഴ്ചയാണ് അയാൾ 1 ലക്ഷം കൊടുത്ത്, ആ 1 ലക്ഷം ഡോം പോയി. കുടുംബക്കാരോട് പിണങ്ങിയതുണ്ട്, ഡോം. അല്ല നോക്കിയില്ല. ആ ആഴ്ചയാണ് ആ ആജിക്ക മൊത്തം തഹജ്ജുദ് ഒരാഴ്ച നിസ്കരിച്ചിരുന്നു. ആജിക്കാന്റെ അമല് അയാൾ കുടുംബക്കാരുടെ ഇന്ന് അഞ്ചനോട് ചൊടിച്ചിരിക്കുന്ന ആജിക്കല്ലേ, അതെ, അത് മാറ്റിക്ക, വേണ്ട, മാറ്റിച്ചു. മരിച്ചുപോയാൽ അള്ളാഹു ഒരു അമലും സ്വീകരിക്കാതെ നരകത്തിൽ കിടക്കേണ്ടി വരും. നമ്മൾക്കിതൊന്നും ഒരു ഗൗരവല്ലേ അല്ല. നമുക്ക് മരിച്ചാൽ എന്ത്, ഖബർ മുൻകർ നക്കീറിന്റെ 4 അടി കൊണ്ടാൽ എന്ത്? ഞങ്ങൾ റോഡിൽ കിടന്ന് നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ പെൺകുട്ടികളുള്ള നാട് നമ്മുടെ നാട് അല്ലേ? നിങ്ങൾ പറയുന്ന സ്വർഗം നമുക്ക് വേണ്ട. മുൻകർ നക്കീറിന്റെ 4 അടി കൊണ്ടാലും കുഴപ്പമില്ല, 4 ഇടി കൊണ്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ റോഡിൽ കയറി നൃത്തം ചെയ്യും, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടികളുള്ള നാടാ നമ്മുടെ നാട്. നമ്മുടെ നാടിൽ കൂരാച്ചുണ്ടൊന്നുമില്ല, മൊത്തത്തിലെല്ലാം നമ്മുടെ നാട് തന്നെയല്ലേ ഈ കേരളം എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെയുള്ള നാടാ നമ്മുടെ. അപ്പൊ അമ്മക്കെന്ത് ഇനി ഈമാൻ സലാമത്തായാലെന്ത്, മരിച്ചാലെന്ത്, ഖബറിലെന്ത്, ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നല്ലാതെ വേറെ എന്തെങ്കിലും പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? അല്ലാഹു തആല നന്മകൾ സ്വീകരിക്കാതെ മാറ്റിവെക്കും. പിന്നെ വർഷത്തിലൊരു തവണ അല്ലാഹു തആല നമ്മുടെ നന്മകളെ അല്ലാഹു നോക്കുന്നുണ്ട്. അത് ബറാഅത്തിന്റെ രാത്രിയിൽ, ശഅബാൻ 15 ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു തആല നമ്മുടെ നന്മകളെല്ലാം കണക്കാക്കുന്നുണ്ട്. അപ്പോ പിണങ്ങി നിൽക്കുന്നവരെ മാറ്റ്, അവ വേണ്ട, മാറ്റ് എന്ന് പറയും. പിണങ്ങി നിൽക്കുന്നവരെ, വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകളോട് ഒരൊറ്റ ഒരു കാര്യമേ എനിക്ക് പറയാറുള്ളൂ. പിണങ്ങി നിൽക്കാനാണ് ഇനിയും തീരുമാനമെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണമെന്നില്ല, അള്ളാഹു നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കൂല. നിങ്ങൾ സ്വതക്ക കൊടുക്കണമെന്നില്ല, അള്ളാഹു നിങ്ങളുടെ സ്വതക്കയും സ്വീകരിക്കൂല. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്നില്ല, അള്ളാഹു നിങ്ങളുടെ തഹജ്ജുദും സ്വീകരിക്കൂല. നിങ്ങൾ ഖുർആൻ ഓതണമെന്നില്ല, നിങ്ങളുടെ ഖുർആനും അള്ളാഹു സ്വീകരിക്കൂല. പിണങ്ങി നിൽക്കാൻ തന്നെ താല്പര്യമാണെങ്കിൽ വെറുതെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ. നാളെ സ്വർഗ്ഗത്തിന്റെ അവസ്ഥ അല്ലാഹു പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ സ്വർഗ്ഗത്തിലെത്തുന്നത് പിണക്കമില്ലാത്ത, ചുടിയില്ലാത്ത ആളുകൾ മാത്രമേ നാളെ സ്വർഗ്ഗത്തിലെത്തുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. നാളെ സ്വർഗം കിട്ടണമെങ്കിൽ പിണക്കമില്ലാത്ത ഹൃദയമുണ്ടാവണം, ചൊടിയില്ലാത്ത ഹൃദയമുണ്ടാവണം. ചൊടിച്ചു നിൽക്കുന്നവർക്കും പിണങ്ങി നിൽക്കുന്നവർക്കും അല്ലാഹു നാളെ സ്വർഗം നൽകൂല എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ സലാം പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറായിക്കൊള്ളുക. അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ സലാം പറഞ്ഞ് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. അതല്ലെങ്കിൽ ഞാൻ മരിച്ചാലും എന്റെ മയ്യിത്ത് കാണാൻ വരരുത് എന്ന രീതിയിൽ പിണങ്ങാൻ തന്നെ തീരുമാനമെങ്കിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല, ഖുർആൻ ഓതേണ്ടതില്ല, ഒരു അമലും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ദഅവ ചെയ്ത് നിങ്ങൾ നാളെ മുതൽ വഅദിനും വരേണ്ടതില്ല. നാളെ മുതൽ വഅദിനും വരണ്ട. കാരണം നാളെ ദുആയാണ്. വെറുതെ ദുആക്ക് വന്നിട്ട് വഅദിന്റെ ഇജാബത്ത്, ദുആന്റെ ഇജാബത്ത് കളയണ്ട. അല്ലാഹ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. പിണങ്ങി നിൽക്കുന്നവർ സദസ്സിലുണ്ടെങ്കിൽ ദുആ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. നാളെ ദുആ ചെയ്യാനാണ് ആളുകൾ ഇവിടെ വരുന്നത്. അപ്പൊ നാളത്തെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാളെ വഅദിന് വരുന്ന ആളുകളോട് പറയാനുള്ളത്, ഹൃദയത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നാളെ വഅദിന് വരരുത്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ. സലാം പറഞ്ഞ് സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ,
നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ. കാരണം ഇവിടെ ആളുകളെല്ലാം വരുന്നത് ദുആഇന് ഇജാബത്ത് ലഭിക്കണമെന്നുള്ള താല്പര്യത്തോടെയാണ്, അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങണമെന്നുള്ള താല്പര്യത്തോടെയാണ്. വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെന്നുള്ള താല്പര്യത്തോടെയാണ്. എന്നാൽ പിണക്കമുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അത്തരം സദസ്സുകളിലേക്ക് അള്ളാഹു നോക്കുകയില്ല. അള്ളാഹു ദുആഇന് ഇജാബത്ത് നൽകുക പോലുമില്ല. അള്ളാഹു നമ്മെ സലാമത്താകട്ടെ. അപ്പൊ നിങ്ങൾ തീരുമാനിക്ക്, വേണോ വേണ്ടേ, പിണങ്ങണോ ഇണങ്ങണോ എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. വേറെ ആരും ഇടപെടാനില്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇനി കുടുംബ ജീവിതത്തിലെ പ്രധാനമായ വൈവാഹിക ജീവിതത്തിന്റെ ഒരൽപഭാഗം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൽപഭാഗം. കാരണം കുടുംബ ജീവിതം തുടങ്ങുന്നത് വിവാഹത്തോടുകൂടിയാണ്, അല്ലെ? ആരും വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇവിടെ കുടുംബ ജീവിതം ഉണ്ടാവോ? ആരും വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇവിടെ കുടുംബ ജീവിതം ഉണ്ടാവോ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നഹാനാ അനിസ്സിഫാ വ അമറനാ ബിന്നിക്കാഹ്, നിങ്ങൾ വിവാഹം കഴിക്കണേ, വിവാഹം കഴിക്കാതെ ബാച്ചിലേഴ്സായി ജീവിക്കല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത്. വിവാഹം കഴിക്കണം, ബാച്ചിലേഴ്സായി ജീവിക്കരുത്. ഇസ്ലാം കർശനമായി നിരോധിച്ചു. ബാച്ചിലേഴ്സായി ജീവിക്കാൻ പാടില്ല. വിവാഹം കഴിക്കാതെ, ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ പ്രകൃതി തന്നെ, ഒരു ആണിന്റെ പ്രകൃതി പെണ്ണിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ശരീരപ്രകൃതിയാണ്. ഒരു പെണ്ണാണെങ്കിൽ ആണിനോട് താല്പര്യമുള്ള ഒരു ശരീരമാണ്. ആണിന് പെണ്ണില്ലാതെ, പെണ്ണിന് ആണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നോക്കുങ്ങള്, കല്യാണം കഴിഞ്ഞ ഒരു 40 വയസ്സുള്ള ഒരാണിന്റെ ഭാര്യ, 35 വയസ്സുള്ള ഒരു ഭാര്യ മരിച്ചുപോയി. ഇനി അയാൾ വിചാരിക്കാൻ ഞാൻ ഇനി പെണ്ണില്ലാതെ ജീവിക്കും. അയാളെ കൊണ്ട് സാധിക്കില്ല. 45 വയസ്സായ ഒരു പുരുഷൻ പെണ്ണ് കെട്ടാതിന് ജീവിക്കും എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നമ്മളെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതമാണ്, പൂരകങ്ങളാണ്. ഒരാണില്ലാതെ ഒരു പെണ്ണിനോ, പെണ്ണില്ലാതെ ഒരു ആണിനോ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ കുറെ ഉദാഹരണങ്ങളൊക്കെ പറയാം, അവർ ജീവിക്കുന്നില്ല, ഇവർ ജീവിക്കുന്നില്ലേ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടാവും, കുറച്ച് റയർ കേസുകൾ, വിരളമായ ചില കേസുകളൊക്കെ ഉണ്ടാവും. എന്നാൽ അത് എത്രത്തോളം സംശുദ്ധമാണ് എന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല വിവാഹം കഴിക്കാൻ നമ്മോട് പഠിപ്പിച്ചത് 2 കാര്യത്തിനു വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാൻ. രണ്ടാമത്തേത്, നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ഹറാമിൽ പെടാതിരിക്കാനാണ് അല്ലാഹു തആല വിവാഹം കഴിക്കാൻ നമ്മോട് പറഞ്ഞത്. അപ്പൊ കല്യാണം കഴിച്ച ഒരാൾ അയാളുടെ കണ്ണ് നിയന്ത്രിക്കണം. കല്യാണം കഴിച്ച ഒരാൾ അയാളുടെ കണ്ണ് നിയന്ത്രിക്കണം. കണ്ണ് നിയന്ത്രിക്കണമെങ്കിൽ വീട്ടിലുള്ള ഭാര്യ സൗന്ദര്യം ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കണം, നാട്ടുകാരുടെ മുമ്പിലല്ല. നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ നാട്ടുകാരാണ് പെണ്ണിനെ നോക്കുക. ഭർത്താവിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാലാണ് ഭർത്താവ് അവളെ നോക്കുക. വീട്ടിലുണ്ടാകുമ്പോൾ കേറിപ്പറഞ്ഞ കുപ്പായം ധരിച്ച്, ഇസ്തിരിയിടാതെ, കുളിക്കാതെ, പല്ല് തേക്കാതെ, മുഖം കഴുകാതെ, രാവിലെ നാസ്തയ്ക്കുണ്ടാക്കിയ മത്തിയുടെ അയിലയുടെയൊക്കെ ആ ഭാഗമൊക്കെ കയ്യിലുണ്ടാവും. അടുപ്പത്ത് പോയി ചായ വെച്ചതിന്റെ പുക മുഖത്തുണ്ടാവും. ആ ഭാര്യയുടെ നമുക്കൊന്ന് ടൗണിൽ പോയി വരാം, അല്ലോ നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടും ബാത്റൂമിലേക്ക്. അങ്ങനെ ബാത്റൂമിൽ പോയി 1 അരമണിക്കൂർ കുളിക്കാൻ, 1 അരമണിക്കൂർ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് പൗഡറൊക്കെ ഇട്ട്, ഇപ്പൊ സുന്ദരിയായി. അപ്പൊ പറഞ്ഞു, ഇനി പോണ്ട, തൽക്കാലം ഇവിടെ നിന്നാ മതി, തൽക്കാലം കൊണ്ട് പോണ്ട. ഇങ്ങനൊരു ഭാര്യയെ കാണാനൊരു പുതിയാപ്പിളക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? വീട്ടിൽ നല്ല വൃത്തിയോടെ സുന്ദരിയായി നിൽക്കുന്ന ഒരു ഭാര്യയെ കാണാൻ നാട്ടാരെ മാത്രം കാണിച്ചാൽ മതിയോ? ടൗണിലേക്ക് പോകുമ്പോൾ മാത്രം ഒരുങ്ങിയാൽ മതിയോ? ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം ഒരുങ്ങിയാൽ മതിയോ? പോരാ. ഫംഗ്ഷന് പോകുമ്പോൾ ഒരുങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. വീട്ടിൽ ഒരുങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഒരു പർദ്ദയിട, ഇറങ്ങിപ്പോവാ, കഴിഞ്ഞ്. എത്ര എളുപ്പമാണ്. വീട്ടിലെപ്പോഴും നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുക. ഭർത്താവ് വിളിച്ച ഒരു പർദ്ദയിട, പോവാ. ഇനിയിപ്പോൾ നിങ്ങൾ മുഖവും കൂടി മറച്ചു പോവാണെങ്കിൽ, നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലേലും, പൗഡർ ഇട്ടാലും ഇട്ടില്ലേലും ആർക്കെങ്കിലും കാണാനുണ്ടോ? ആരെങ്കിലും അറിയാനുണ്ടോ? നിങ്ങൾ കുളിച്ചോ കുളിച്ചില്ലെന്ന് അറിയാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് പുറത്തു പോകുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. നിങ്ങൾ പിന്നെ സ്ത്രീകളുടെ അടുത്ത് പോകുമ്പോൾ ഒരുങ്ങിക്കൂടോ, കുഴപ്പമില്ല.
സ്ത്രീകളുടെ ഭാഗത്തേക്കാ പോകുന്നത്, ആണുങ്ങളുടെ ഭാഗത്തേക്കല്ല. സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുങ്ങണം. കാരണം സ്ത്രീകൾ അവരിങ്ങനെ തുല്ലി നോക്കുന്ന ടീമാണ് സ്ത്രീകൾ എന്നുള്ളത്. അവർക്ക് കുളിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അറിയും പെണ്ണുങ്ങൾക്ക്. മനസ്സിലായോ? നിങ്ങളുടെ വസ്ത്രമൊക്കെ തൊല്ലി നോക്കൂ. ഈ വസ്ത്രം എത്ര കൊടുത്തു, എത്ര കൊടുത്തില്ല, എത്ര കൊടുക്കാം, A to Z അടിമുടി വീക്ഷിക്കും അവർ. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ പോയിക്കോളി. പക്ഷെ ആണുങ്ങൾ അന്യപുരുഷന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരുങ്ങി മൊഞ്ചായി നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇറങ്ങണ്ടാന്ന്. അപ്പൊ ഭർത്താവിനെയാണ് ഭാര്യ തൃപ്തിപ്പെടുത്തേണ്ടത്. ഭർത്താവ് അതേപോലെ ഭാര്യയും തൃപ്തിപ്പെടുത്തണം. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുന്ദരന്മാരായിരിക്കണം. വീട്ടിൽ കയറിയാൽ ചളിയും പിടിച്ച ഒരു തുണി എടുത്തിരിക്കരുത്. നല്ല വൃത്തിയിൽ നിങ്ങൾ ഉണ്ടാവണം. വൃത്തി ദാമ്പത്യ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല ഘടകമാണത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവണമെങ്കിൽ അത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വിവാഹം കഴിക്കാൻ പറഞ്ഞത് കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാനാണ്. അപ്പൊ ഭാര്യ മര്യാദയ്ക്ക് അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണുങ്ങളെ നോക്കും ആര്? പുതിയാപ്പിള. അതുകൊണ്ട് ഭാര്യമാർ അണിഞ്ഞൊരുങ്ങ, നല്ല മൊഞ്ചത്തിമാരായിട്ട് വീട്ടിലിരിക്കുക. അപ്പൊ ഭർത്താവ് വേറെ കണ്ണിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. പിന്നെ പറഞ്ഞു വഹ്സനുലിൽ ഫർജ്, ഗുഹ്യാവയവങ്ങൾ, ലൈംഗിക അവയവങ്ങൾ ഹറാമിൽ പോവാതിരിക്കാൻ നല്ലത് വിവാഹം കഴിക്കണമെന്നാണ്. അവ സ്വന്തമായൊരു ഭാര്യ ഉണ്ടാകുമ്പോ അവിഹിത ബന്ധത്തിലേക്ക് പോവൂല, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടൂല. അങ്ങനെ നിങ്ങൾ വിവാഹം കഴിക്കലോടുകൂടി ഒരു പുരുഷന്റെ ദീനിന്റെ 2/3 ഭാഗവും അള്ളാഹു സംരക്ഷിച്ചു കഴിഞ്ഞു. കല്യാണം കഴിക്കലോടുകൂടി ഒരു ആണ് 75% നന്നായി. കല്യാണം കഴിക്കലോടുകൂടി ഒരു ആണ് 75% നന്നായി. പിന്നെ ബാക്കി 25% ഉള്ളത് അത് സൗജത്തുൻ തുഈനു അഹദകും അലാ ദീനി, ഭർത്താവിനെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന പെണ്ണാണെങ്കിൽ അത് ആ ഭാര്യ ഏറ്റെടുത്തോളൂ. മനസ്സിലായോ? വിവാഹം കഴിക്കലോടുകൂടി ഒരാളുടെ ദീനിന്റെ 2/3 ഭാഗവും അള്ളാഹു സംരക്ഷിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ദീനീ ബോധമുള്ള പെണ്ണാണെങ്കിൽ അവൾ ഏറ്റെടുത്തോളും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹ, നല്ല ദീനിയായ ഒരാൾ, സ്വൽസ്വഭാവിയായ ഒരാൾ വിവാഹ അന്വേഷണവുമായി കടന്നു വന്നാൽ ഫസവ്വിജൂഹു, ഉടനെ തന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകള്. അവളിപ്പോ 18 വയസ്സ് പൂർത്തിയായി, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ചെറുപ്പക്കാരൻ പ്രപ്പോസലായിട്ട് വന്നു. അയാളെ കാണാൻ കുഴപ്പമില്ല, നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ്, ദീനുണ്ട്, സ്വഭാവമുണ്ട്. എങ്കിൽ പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുക. അയാൾക്ക് പൈസ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കണ്ട. പൈസയുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കേണ്ട. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മകനെയും മക്കളെയും നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഇയകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, കല്യാണം കഴിക്കുന്നവർ ദരിദ്രരാണെങ്കിൽ അവരുടെ സാമ്പത്തിക ഭദ്രത അള്ളാഹു ഏറ്റെടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ്. നിങ്ങളുടെ മകൾക്ക് ലഭിച്ച പുതിയാപ്പിള പാവപ്പെട്ടവനാണ്, ജോലിയൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 22 വയസ്സായി, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാണ്. ജോലിയുണ്ടോ? ഇല്ല. അറിഞ്ഞിടത്തോളം ജാമിഅ മില്ലിയയിലും JNUയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയാണെങ്കിലും അവിടേക്ക് ഏറ്റവും മാന്യമായ രീതിയിൽ സ്വഭാവത്തോടു കൂടി പെരുമാറുന്ന ദീനി ബോധമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഉടനെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തോളി. പൈസ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, ഓന് പൈസ ഞാൻ കൊടുത്തോളാം അല്ലാഹ് പറഞ്ഞാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ദീനിയായ ചെറുപ്പക്കാരെ കിട്ടിയാൽ നിങ്ങൾ ഒഴിവാക്കണ്ട. ഇനി നിങ്ങൾ നല്ല മുതലാളിമാരെ നോക്കി ദീന് നോക്കാതെ കെട്ടിപ്പിച്ചു കൊടുത്തു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, ആ പൈസക്കാരനെ പിടിച്ചിട്ട് ഡൗൺ ആക്കാൻ അല്ലാഹ് കഴിയും. അവന്റെ പൈസ കൊണ്ടുപോയി അവനെ ദരിദ്രനാക്കാൻ അല്ലാഹ് കഴിയും. മനസ്സിലായോ? അത് കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരു പൈസക്കാരനെ ദരിദ്രനാക്കാൻ അല്ലാഹുവിന് കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് തലയാട്ടിയ. ഉണ്ടോ? ഉണ്ട്. അതേ റബ്ബിന് പൈസ ഇല്ലാത്തവന് പൈസ കൊടുക്കാനും കഴിയില്ലേ? അത്ര മതി. അതേ റബ്ബിന് പൈസ ഇല്ലാത്തവന് പൈസ കൊടുക്കാനും കഴിയും. അതുകൊണ്ട് സമ്പത്ത് മാനദണ്ഡമാക്കണ്ട. ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കുമ്പോ സമ്പത്ത് മാനദണ്ഡമാക്കരുത്, പൈസ മാനദണ്ഡമാക്കരുത്. പിന്നെന്താ മാനദണ്ഡമാക്കേണ്ടത്? ദീനും സ്വഭാവവുമാണ്.
അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു. നിങ്ങൾക്കൊരു പ്രപ്പോസൽ വന്നാൽ, നിങ്ങളുടെ മകളെ അന്വേഷിച്ചു വന്നു ഒരു ചെറുപ്പക്കാരൻ, നല്ല ദീനാണ്, ഉപ്പയും മക്കളും കുടുംബവും ഇയാളൊക്കെ നല്ല ദീനാണ്, വഖുലുഖഹു, നല്ല സ്വഭാവവുമാണ്, എങ്കിൽ ഫസവ്വിജൂ, ഉടനെ തന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. നേരെ മറിച്ച് നിങ്ങൾ എന്തറിഞ്ഞു, ചെറുക്കം കുഴപ്പമില്ല, സ്വഭാവം കുഴപ്പമില്ല, പക്ഷെ ജോലി ഇല്ലല്ലോ, പഠിക്കല്ലേ, പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ട, ഒഴിവാക്കി. അങ്ങനെ സംഭവിച്ചാൽ ഇല്ലാ തഫഅലൂ, നിങ്ങളത് ഒഴിവാക്കിയാൽ, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ മാറ്റി നിർത്തിയാൽ, തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ ഫിത്നയുണ്ടാകും, വലിയ വലിയ ഫസാദുകൾ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വലിയ ഫസാദും വലിയ ഫിത്നയുണ്ടാകും. ഫിത്നതുൻ ഫിൽ അർള്, ഭൂമിയിൽ ഫിത്നയുണ്ടാകും. വഫസാദുൻ കബീർ, വലിയ ഫസാദ് ഉണ്ടാകും. ഫസാദുൻ അരീൽ, വലിയ വലിയ ഫസാദ് ഉണ്ടാകും. എന്തുകൊണ്ട്? ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ? ഇല്ല, എന്റെ മോളെ ഇപ്പൊ കെട്ടിച്ചു കൊടുക്കുന്നില്ല. എന്താ കാരണം? കെട്ടിച്ചു കൊടുക്കാഞ്ഞിട്ടൊന്നല്ല, കെട്ടിച്ചു കൊടുക്കാൻ പ്രായമാവാഞ്ഞിട്ടല്ല, താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, വന്ന ആളെ കയ്യിൽ പൈസ ഇല്ല എന്ന കാരണത്താൽ ഞങ്ങൾ ഒഴിവാക്കിയത്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയണ്ടേ? ഇല്ല, ഇപ്പൊ കെട്ടിക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ. ഇതിന്റെ പിറ്റേസം വേറൊരു മുതലാളി വന്നാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും, അത് അല്ലാഹ്ക്കറിയാം. അങ്ങനെ നിങ്ങൾ സമ്പത്തിന്റെ പേരിൽ നല്ലവരായ ദീനീബോധമുള്ള യുവാക്കളെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ദുനിയാവിൽ ഫിത്നയും ഫസാദും ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. വജാഅ റജുലുൻ ഇലൽ ഹസൻ ഇബ്നു അലി, ഹസൻ ഇബ്നു അലി എന്നവരുടെ അടുത്തേക്ക് ഒരാൾ വന്നു. യസ്അലുഹു ഖായിലൻ, അയാളോട്, അദ്ദേഹത്തോട് ചോദിച്ചു, ഖതബ ബിനതി ജമാഅ, എന്റെ മകൾക്ക് നിരന്തരമായി പ്രപ്പോസൽ വരുന്നുണ്ട്. കാണാൻ കുറച്ച് സുന്ദരിയായിരിക്കും, കാണാൻ കുറച്ച് ഗ്ലാമർ ഉണ്ടെങ്കിൽ SSLC പഠിക്കുമ്പോൾ എന്നെ പ്രപ്പോസൽ വരും എന്ന് വെച്ചിട്ട് SSLC പഠിക്കുമ്പോൾ എന്നെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. +2 പഠിക്കുമ്പോഴും മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. ഡിഗ്രി പൂർത്തിയാവാതെ ഒരു മക്കൾക്കും ഒരാളും വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. മക്കളോട് ചെയ്യുന്ന ക്രൂരതയാണ്. മക്കളുടെ പഠനം മുടക്കരുത്. പഠിപ്പിക്കാതെ ഒരാളും മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മക്കളുടെ പഠനം മുടക്കരുത്. ഇന്നത്തെ മക്കളൊക്കെ, എല്ലാ മക്കളും, പെൺമക്കളൊക്കെ പഠിക്കാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം വീട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നത് കൊണ്ടാണ്. വീട്ടിൽ നിന്ന് പറയും, നീ പോയിട്ട് കല്യാണം കഴിക്കാനുള്ളല്ലേ, വീട്ടിൽ നിന്ന് 12, 17, 15 വയസ്സാകുമ്പോൾ തുടങ്ങും പുതിയാപ്പിള അന്വേഷിക്കാൻ. അപ്പോൾ ഈ പെണ്ണിന് മനസ്സിലാവും, ഞാനിപ്പോൾ എന്തായാലും പഠിച്ചാൽ എന്നെ ഉമ്മ ഒരു +2 വരെ പഠിപ്പിക്കും, പിന്നെ സ്കൂളിലാക്കൂല, ഇനിയിപ്പോൾ ഡിഗ്രിക്ക് അയച്ചാൽ തന്നെ 18 വയസ്സായ ഉടനെ വിവാഹം കഴിപ്പിച്ചു, പിന്നെ ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം? ആ ഒരു ചിന്ത നമ്മുടെ സമുദായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു അപകടമാണ്. കാരണം പെൺമക്കൾ പഠിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മക്കൾ അരക്ഷിതാവസ്ഥയിലാവും. പഠിക്കാത്ത ഉമ്മമാർക്ക് മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ല. പഠിക്കാത്ത ഉമ്മമാരിൽ നിന്ന് ഇതിഹാസങ്ങളായ മക്കൾ ഉണ്ടാവില്ല. വിവരമില്ലാത്ത ഉമ്മമാർക്ക് മക്കളെ ദീനീബോധത്തോടെയോ അല്ലെങ്കിൽ ഭൗതികമായ മേഖലയിലോ വളർത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ വളരെ നേരത്തെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തിയേക്കണം. മക്കളെ നന്നായി പഠിക്കാൻ അനുവദിക്കണം. 18 വയസ്സായി, ഡിഗ്രി പൂർത്തിയായി, എന്നിട്ടും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുക. നിക്കാഹ് എന്തായാലും കഴിപ്പിച്ചു കൊടുക്കുക. 18 വയസ്സായാലും നിക്കാഹ് എന്തായാലും കഴിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവളെ പഠിക്കാൻ താല്പര്യമുള്ള കഴിവുള്ള ആളാണെങ്കിൽ പഠിക്കാൻ വിടുക. ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി, ഭർത്താവിൻ്റെ ചെലവിലാണെങ്കിൽ അങ്ങനെ, ഭർത്താവിന് പൈസ ഉണ്ടെങ്കിൽ, ഇനി ഭർത്താവിന് പൈസ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവിൽ, അങ്ങനെ പഠിക്കണം. പഠിക്കാതെ വേഗം വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ സമുദായത്തിൻ്റെ ഭാവിയെ തകർക്കും എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു വീട്ടിൽ ഉമ്മമാരാണ് എഡ്യൂക്കേറ്റഡ് ആവേണ്ടത്. ഒരു വീട്ടിലെ ഉമ്മമാരാണ് വിദ്യാസമ്പന്നരാവേണ്ടത്. നിങ്ങൾ എത്ര പഠിച്ചതുകൊണ്ടും നിങ്ങളുടെ മക്കൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങളുടെ മക്കൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പം ഞാനൊക്കെ പഠിച്ച്, നിങ്ങളൊക്കെ പഠിച്ച് എന്താ കാര്യം? നമുക്കൊക്കെ എപ്പോഴാണ് മക്കളെ കാണാൻ സമയം കിട്ടുക? എപ്പോഴാണ് നമ്മളൊക്കെ മക്കളെ കാണാം? നിങ്ങൾക്ക് എപ്പോഴാണ് മക്കൾ? ഞാൻ ഇന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം 11 മണിയായിരുന്നു. 2 മണിക്ക് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. ഇനിയിപ്പം ഇന്ന് അങ്ങോട്ട് പോകും,
ഇനിയിപ്പോൾ ഒരാഴ്ച ജുമയ്ക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ നമുക്കൊന്നും മക്കളായിട്ട് ചെലവഴിക്കാൻ സമയം കിട്ടൂല. എന്നെപ്പോലെ നിങ്ങളെല്ലാവരും രാവിലെ കൂലിപ്പണിക്ക് പോകുന്നവർ വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു വരിക. ഇപ്പോൾ ഇവിടെയുള്ള ഉസ്താദുമാരൊക്കെ ആഴ്ചയിലോ മാസത്തിലൊരിക്കലോ വീട്ടിൽ പോവുക. പിന്നെ ഗൾഫിൽ പോകുന്ന ആൾ 2 വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരിക, 1 വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരിക. ആണുങ്ങൾക്ക് എപ്പോഴാണ് മക്കളുമായിട്ട് ഇടപെടാൻ സമയം കിട്ടുക? ഭർത്താക്കന്മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ എത്ര പഠിച്ചിട്ടും അതൊരു കാര്യം മക്കൾക്കില്ല. മക്കൾക്ക് കാര്യം ഉണ്ടാവണമെങ്കിൽ ഉമ്മമാർ പഠിക്കണം. വീട്ടിലുള്ള ഉമ്മമാർ പഠിക്കാതെ മക്കൾ ഇനി നന്നാവുന്നോ വളരുന്നോ ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് നന്നായി പഠിപ്പിക്കണം. എത്ര പൈസ ചിലവിട്ടാലും കുഴപ്പമില്ല പഠിപ്പിക്കാൻ. മക്കൾ പഠിപ്പിക്കാൻ എത്ര പൈസ ചിലവിട്ടാലും കുഴപ്പമില്ല, നന്നായിട്ട് പഠിപ്പിക്കണം. അതിൻ്റെ ഭാഗമാണ് ഈ മദ്രസൊക്കെ. +2 വരെ പെൺമക്കളെ പഠിപ്പിക്കണം. ചില രക്ഷിതാക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, 7ാം ക്ലാസ്സിലെത്തിയാൽ മക്കളെ പിന്നെ മദ്രസയിലേക്ക് ആക്കൂല. കാരണം പറയുന്നത് എൻ്റെ മോള് വലുതായില്ലേ എന്ന്. നിങ്ങളുടെ മോള് മദ്രസയിലേക്ക് വരുമ്പോൾ മാത്രമേ വലുതാവല്, സ്കൂളിലേക്ക് പോകുമ്പോൾ വലുതാവലില്ലേ? മദ്രസയിലേക്ക് വരുമ്പോൾ രക്ഷിതാക്കൾ പറയണം മകള് വലുതായി എന്ന്. അള്ളാഹു വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചോ, എന്നിട്ട് ചോദിച്ചോ. 7ാം ക്ലാസ് പഠിച്ച് പാസ്സായപ്പോൾ ഒരു ഉപ്പ വന്നിട്ട് പറയാണ് ഇനി 8ാം ക്ലാസ്സിലേക്ക് മകളെ ആക്കുന്നില്ല, എൻ്റെ മകള് വലുതായി. ആ മകളാണ് രാവിലെ എണീറ്റിട്ട് നടന്നിട്ട് സ്കൂളിൽ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ മദ്രസയിലേക്ക് വരുന്ന ദൂരമുണ്ടോ സ്കൂളിലേക്ക് പോകാൻ? ഈ മദ്രസയിലേക്ക് വരുന്ന ദൂരവും സ്കൂളിലേക്ക് പോകുന്ന ദൂരം എത്ര ഡിഫറൻറ്റ് നിങ്ങൾ പറ. ഞാനൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. എന്തുകൊണ്ടാണ് മദ്രസയിലേക്ക് പറഞ്ഞേക്കാത്തത്? ഒന്ന്, മക്കൾ വലുതായി എന്ന് പറയുന്ന മുടന്ത ന്യായീകരണം നിങ്ങൾ മാറ്റിവെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മക്കൾ വലുതായി എന്ന് തോന്നുകയാണെങ്കിൽ സ്കൂൾ ഒഴിവാക്കണം നിങ്ങൾ. പിന്നെ ഫിത്നയെ ഭയന്നിട്ടാണ് മദ്രസയിലേക്ക് പറഞ്ഞേക്കാത്തത്. അഥവാ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് വരുമ്പോൾ 1 കിലോമീറ്റർ ദൂരം പോലും ഉണ്ടാവില്ല. 1/2 കിലോമീറ്ററാണ് വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് ഉണ്ടാവുക. ആ വഴിയിൽ പൂവാലന്മാരോ വായ നോക്കിയാൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ കുടുംബക്കാരനായിരിക്കും ഒരു നാട്ടിലുണ്ടാവുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് വരുമ്പോഴാണോ അതല്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴാണോ കൂടുതൽ ഫിത്ന ഉണ്ടാവുക? എപ്പോഴും നിങ്ങൾ പറ നിങ്ങളെ മക്കളെ അയച്ചിട്ടുണ്ടാവില്ല, അതങ്ങ് തലയാട്ടത്ത് 7ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ടാവും അല്ലേ? എപ്പോഴാ ഫിത്ന ഉണ്ടാവുക? വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് വരുമ്പോഴാണോ അതല്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴാണോ ഫിത്ന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ? എവിടെയാ? മദ്രസയാണോ സ്കൂളാണോ? പറ. സ്കൂളല്ലേ. ഇനി മദ്രസയിൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഫിത്ന ഉണ്ടോ? അങ്ങനെ ഒരു ഡൗട്ടുള്ള ആളാണെങ്കിൽ ഇതിനേക്കാളും വലിയ ഭാഗ്യമൊന്നല്ലല്ലോ സ്കൂളിലുള്ള അധ്യാപകന്മാർ. ഇവിടെയാണെങ്കിൽ ഒരല്പം ദീനീബോധവും ആത്മീയതൊക്കെ ഉണ്ടാവും. എന്നാൽ അവിടെ അതും ഉണ്ടാവില്ലല്ലോ. എന്നാൽ അവിടെ അങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കും, എന്ത് ധൈര്യത്തിൽ നിങ്ങൾ പറഞ്ഞേക്കും? അപ്പൊ നിങ്ങളുടെ ഈ മുടന്ത ന്യായം, വലുതായി എന്ന് പറയുന്ന ന്യായം, മുടന്ത ന്യായം, അത് അവിടെ വെച്ചേക്കും. കഴിയില്ലെങ്കിൽ എൻ്റെ മക്കളെ ദീൻ പഠിപ്പിക്കുന്നില്ല എന്ന് പറ. എനിക്ക് താല്പര്യമില്ല, എൻ്റെ മക്കൾ ദീൻ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറ. പക്ഷെ അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എത്തിയ മക്കളുടെ പഠനം നിർത്തി കൊണ്ടുപോകുന്നവർ, ഞാൻ പറയുന്നത് 2 പഠിപ്പിക്കണം എന്നാണ്. മദ്രസ +2 വരെ പഠിപ്പിക്കണം. സ്കൂൾ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി, കൂടുതൽ കഴിയുമെങ്കിൽ PGയും MPhilലും PhD ഏത് മേഖലയിലാണ് പഠിക്കാൻ കഴിയുക അത്ര എത്ര വരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അത്രയും പഠിപ്പിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. സ്കൂൾ മദ്രസ +2 വരെ, സ്കൂൾ എത്ര പോകാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കണം. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രയാസമാണെങ്കിൽ എത്രയോ വഫിയ കോളേജുകളുണ്ട്, സ്ത്രീകൾക്ക് മാത്രം സംവിധാനം ചെയ്യുന്ന സഹ്റവിയ കോളേജുകളുണ്ട്, ഹോസ്റ്റൽ സംവിധാനമുള്ള സ്ഥാപനങ്ങൾ, മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് അനാവശ്യമായി ഇല്ലാത്ത മുടന്ത ന്യായീകരണങ്ങളോ കാരണങ്ങളോ പറഞ്ഞ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഇനി ഏത് ഓട്ടോറിക്ഷ ആണെങ്കിലും റോഡ് സൈഡിലും, ഇനി സ്കൂളിൽ പോയാൽ സ്കൂളിന്റെ ഉള്ളിലുള്ള പൂവാലന്മാരുടെ 100-ൽ 1% നമ്മുടെ മദ്രസയിൽ ഉണ്ടാവോ? ഇവിടെയുള്ള ആത്മീയമായ ഒരു ചൈതന്യം സ്കൂളിൽ ഉണ്ടാവോ? നിങ്ങൾ പറ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മുടന്ത ന്യായം പറഞ്ഞ് നമ്മുടെ മക്കളുടെ പഠനം നിങ്ങൾ മുടക്കരുത്. 7ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഒരു കുട്ടിക്ക് ഒരല്പമെങ്കിലും വകതിരിവെത്തുക. 12 വയസ്സാകും പെണ്ണിന്. 12 വയസ്സാകുന്നതിന് പെണ്ണിന് പെണ്ണാണോ ആണാണോ എന്ന് തിരിയാത്ത സമയമാണത്. 12 വയസ്സാകുന്നത് വരെ അവൾക്ക് എന്തെങ്കിലും അറിയോ? ഈ 12 വയസ്സ് എന്ന് പറയുന്നൊരു കുട്ടിയല്ലേ, അവൾക്ക് ഇതുവരെ പഠിച്ചത് വല്ലത് ഓർമ്മയുണ്ടാവോ? അവൾക്ക് വല്ലതും അറിയോ? അവൾ ഇങ്ങനെ പഠിച്ചു റാങ്കിന് വേണ്ടിയിട്ട്, മാർക്കിന് വേണ്ടിയിട്ട്, പാസ്സാവാൻ വേണ്ടിയിട്ട്. 7ാം ക്ലാസ് ഒരു 12 വയസ്സാകുമ്പോഴല്ലേ ഒരു പെണ്ണിന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു പക്വതയും പ്രായപൂർത്തിയൊക്കെ വരുന്നത്. അതിനുശേഷമല്ലേ കാര്യങ്ങൾ അവൾ പഠിക്കേണ്ടത്.
ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വിട്ടോ, എന്നിട്ട് ഭൗതികം പഠിപ്പിച്ചോ. പിന്നെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നഖം കടിച്ചിട്ട് വീട്ടിലിരുന്നു. കോടതിയിൽ പോയിട്ട് ഉമ്മയെ വേണ്ട എന്ന് പറയുമ്പോൾ നഖം കടിച്ചിട്ട് വീട്ടിലിരുന്നോ? അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ദീന് കൊടുത്തില്ല എന്നുള്ളതാണ്. അള്ളാന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും, ദുനിയാവിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മക്കളെ നിർബന്ധമായും മദ്രസയിൽ +2 വരെ പഠിപ്പിക്കണം. +2 ഇല്ലാത്ത മദ്രസയാണെങ്കിൽ +2 തുടങ്ങണം.